പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കാക്കനാടിനും കളമശ്ശേരിക്കും ഇടയിലായിട്ട് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കുഴുവേലിപ്പടി ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ മാറിയിട്ട്, അതായത് എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ റൂട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു വില്ലയുടെ അകത്താണ്. നല്ല വീതിയുള്ള റോഡാണ് ഇതിന് കൊടുത്തുള്ളത്. ഏകദേശം 5 മീറ്റർ കൂടുതലുള്ള വീതിയുള്ള റോഡ് ഇതിന് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. തൊട്ടടുത്തായിട്ട് കളമശ്ശേരി ഉണ്ട്. അതായത് ന്യൂ ആർട്സ് കോളേജിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജ് മെട്രോ ഭാഗത്തേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. 3 സെൻറ്റ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ സ്റ്റഡിയാണ് നമ്മളിപ്പോൾ കാണാൻ വന്നുള്ളത്. നമുക്കിനി ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. അത് കറക്റ്റായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് പോർച്ച് ഒരുക്കിയിട്ടുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. വശങ്ങളിലെ തൂണുകളിൽ ഗ്ലാഡിംഗ് സ്റ്റോൺ വർക്കും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റിലേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നോർത്ത് വെസ്റ്റിലാണ്. അപ്പം നോർത്തിലായിട്ട് ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. നടക്കാനുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കിണർ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിണറും വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. ഇനി കുറച്ച് സ്പേസ് നമുക്ക് ഫ്രണ്ടിലും അവൈലബിൾ ആണ്. ഇവിടെയായിട്ട് ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്ലംബിംഗ് ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റിലും വരുന്നുണ്ട്. ഇത് സൗത്ത് ഭാഗമാണ്, സൗത്ത് വെസ്റ്റ് ഭാഗമാണ്. അപ്പോൾ ഇവിടെയും നടക്കാനുള്ള സ്പേസ് കൊടുത്ത് തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. നമുക്ക് അകത്തേക്ക് കയറാം. വീടിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റിലേക്കാണ്. നല്ല വലിപ്പമുള്ള സിംഗിൾ ഡോറാണ് എന്നുള്ളത്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹാൻഡിലെല്ലാം വുഡ് തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ലോക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. നല്ല ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് സോഫ സെറ്റീസ് ഇടാവുന്നതാണ്. ടീപ്പ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിലെല്ലാം വാം ലൈറ്റ് തന്നെയാണ് വന്നുള്ളത്. മേലെ ഒരു വിനീറിൻ്റെ വർക്ക് കുറച്ച് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വുഡിൻ്റെ ടച്ച് മൊത്തത്തിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലൊരു PVC മാറ്റ്, ഒരു വുഡിൻ്റെ ടെക്സ്റ്റും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അക്രിലിക്കിലാണ് ഫുള്ള് കബോർഡുകൾ ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസും ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇനി കയറി വരുന്ന ലിവിങ് സ്പേസിന് ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് ഇവിടെ ബാലൻസ് കിട്ടുന്നുണ്ട്. ഒരു നല്ലൊരു ക്യൂരിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്ലവറൊക്കെ വെക്കാനുള്ള സ്പേസ് ആയിട്ട് അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നേരെ ഡൈനിങ്ങിലേക്ക് വരാം. ഡൈനിങ്ങും ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ലൊരു ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ കിച്ചനാണ് വരുന്നത്. ഓപ്പൺ കിച്ചനും നല്ലൊരു കൗണ്ടറോട് കൂടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭംഗിയായിട്ടാണ് കോക്കറി ഷെൽഫ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അക്രിലിക്കിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റെയറിനടിയിൽ ഭംഗിയായിട്ടാണ് ഇവിടെ ഇൻവെർട്ടറിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരു പെബിളും ഒരു ഗ്രീൻ മാറ്റൊക്കെ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ടാണ് മിറർ വന്നിട്ടുള്ളത്. നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ സെറയുടെ വാഷ് ബേസിനാണ് വന്നുള്ളത്. പില്ലർ കോക്കും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ലൈറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ടൈലുകളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ടൈലുകൾ, മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അതിനെല്ലാം ബീഡിങ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറേജ് സ്പേസിന് മേലേക്ക് വലിയൊരു പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടി കളറാവുകയും ചെയ്യും നമ്മുടെ ഡൈനിങ് സ്പേസ്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഒരു C ടൈപ്പിലാണ് കിച്ചൻ്റെ സ്ലാബ് കൊടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം അക്രിലിക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹാൻഡിലുകൾ എടുത്തു പറയേണ്ടതാണ്. ഭംഗിയായിട്ട് ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ടാൻഡം ബോക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡ്. അപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും കിച്ചൻ്റെ സ്ഥാനം. വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട് സൈഡിലേക്ക് വരാം. അതായത് വർക്ക് ഏരിയയിലേക്ക് വരാം.
തറനിരത്തിൽ നിന്ന് ഉയർത്തിയിട്ട് ഭംഗിയായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇത് ഷീറ്റ് വർക്ക് ചെയ്യാനും കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ബിൽഡർ. ഔട്ട് സൈഡിലാണ് ഇതിൻ്റെ ഗ്യാസിൻ്റെ സിലിണ്ടർ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. കോപ്പർ പൈപ്പും വാൽവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വരുന്നത് കിണറാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിണർ വന്നുള്ളത്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ മോട്ടറിന് സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി KW വാട്ടർ കണക്ഷനും എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു കിച്ചൻ്റെ സ്പേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ബെഡ്റൂമിൻ്റെ എൻട്രൻസ് എല്ലാം ഭംഗിയായിട്ട് വുഡ് കൊണ്ട് തന്നെ കവർ ചെയ്തിരിക്കുകയാണ്. നല്ല സിംഗിൾ ഡോർ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതും മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് ഡോറുകളൊന്നുമല്ല, മരത്തിൽ തന്നെയുള്ള ഡോറ് തന്നെയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡായിട്ട് വരും. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളം, 11 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. ബേ വിൻഡോ ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഇതിന് കബോർഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാം വിനറിൽ തന്നെയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കബോർഡ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. വിനർ മേലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വുഡിൻ്റെ ടച്ച് എല്ലാ ഭാഗത്തും ഫാൾ സീലിംഗിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് LED ലൈറ്റ് വരാനുണ്ട്. വലിയൊരു മിററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡയവേറ്റർ, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, എക്സോസ്റ്റ് മേലെ കൊടുത്തിട്ടുണ്ട്. സീൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. നല്ലൊരു കൗണ്ടർ വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ലൈറ്റ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. സ്ക്വയർ ട്യൂബിൽ ഹാൻഡിൽ കൊടുത്തിരിക്കുകയാണ്. മേലെ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ഈസ്റ്റ് സൈഡാണ്. പെർഗോളാസ് വരുന്നുണ്ട്. ധാരാളം ലൈറ്റ് കടന്നു വീഴുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലെല്ലാം ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മളിനി അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഇത്രയും സ്പേസ് നമുക്ക് അപ്പർ ലിവിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റും വരുന്നുണ്ട്. ഇനി നേരെ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് വന്നു. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ LED വർക്കുകളെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. മേലെയും LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ബേ വിൻഡോ കൊടുത്ത് നല്ലൊരു വാൾഡ്രോബ്സും കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നല്ല ക്വാളിറ്റിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിലുള്ള ബാത്റൂമാണ് കിട്ടിയിട്ടുള്ളത്. ഫിറ്റിംഗ്സിൽ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. 3-വേ മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തി വന്നിരിക്കുന്ന ഗ്ലോസിയാണ്. നല്ലൊരു ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇത് റോഡിനോട് അഭിമുഖമായിട്ടാണ് വന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജാലകങ്ങളെല്ലാം ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാം കവർ ചെയ്തിരിക്കുന്നതൊക്കെ വുഡിൽ തന്നെയാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 4 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. ഇവിടെയായിട്ടാണ് ഇതിന് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ളൊരു ഡ്രസ്സിംഗ് ടേബിളും മിററും LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, മിക്സർ ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, എക്സോസ്റ്റ് വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു ബാത്റൂമും അതും സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഇനി ഇതിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 12 അടി നീളവും 12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റഡി റൂമിലേക്ക് പോകാം. ഇവിടെയായിട്ടൊരു സ്റ്റഡി റൂം കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി റൂമോ ഓഫീസ് റൂമോ എന്ത് വേണമെങ്കിലും ആക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. മേലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കബോർഡുകളാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് ഒരു ബാൽക്കണി കൂടി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നല്ലൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ജാളി ഡിസൈനൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ക്വയർ ട്യൂബിൻ്റെ വർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ലൊരു ബാൽക്കണി നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോകാം. ഇപ്പോൾ നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിൽ എത്തിയിട്ടുണ്ട്. ഇത് സ്റ്റഡി റൂം ആക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഫുള്ള് വാർത്ത് ക്ലിയർ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെയായിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്, ബേസ് ലൈൻ വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്, വാഷിംഗ് മെഷീൻ വെക്കാം. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടുന്ന് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗമാണ് ഇവിടെ.
ഇങ്ങനെയാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഇത് കവർ ചെയ്യാനുണ്ട്. ഇവിടെ ആയിട്ട് സ്ക്വയർ ട്യൂബിൽ ഹാൻഡിൽ കൊടുത്തിരിക്കുകയാണ്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. മേലെ ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുള്ളാണ്. അപ്പോൾ നല്ല മനോഹരമായുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ സ്റ്റഡിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന വില 74 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിമിലറായുള്ള ഒരുപാട് പ്രോജക്റ്റ് നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന വീടുകൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.